अब होम को बनावो होम തിയേറ്റർ. ഈ ഒരു ടാഗ് ലൈൻ ആരുടെയെന്ന് അറിയാമോ? സെബ്രോണിക്സിൻ്റെയാണ്. അതായത് നിങ്ങളുടെ വീട്ടിലൊരു ഹോം തിയേറ്റർ ഉണ്ടാക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് അവർ നിരവധി പ്രൊജക്ടറുകളും സൗണ്ട് ബാറുകളൊക്കെ പുറത്തിറക്കിയിരുന്നു. ആ ഒരു സീരീസിലേക്ക് ഇപ്പോൾ ഒരു പ്രൊജക്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. സെബ്രോണിക്സ് പിക്സാപ്ലേ 58 എന്ന ഈ ഒരു മോഡലാണത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് വെറുതെ ആദ്യം അടിച്ച് സമയം കാണേണ്ട കാര്യമൊന്നുമില്ല. നേരെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞുകളയാം. ഇതാണ് പിക്സാപ്ലേ 58 പ്രൊജക്ടർ. ചെറിയ ചില ബ്ലാക്ക് പാർട്സ് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വൈറ്റ് മയമാണ് ഈ ഒരു ബോഡിക്ക്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്. ഫ്രണ്ട് സൈഡിലായിട്ട് പ്രൊജക്ടർ ലെൻസും ബ്രാൻഡിങ്ങും കാണാം. സൈഡുകളിൽ എയർ വെൻറ്റുകളുണ്ട്. പുറകു സൈഡിൽ 2 ചെറിയ സ്പീക്കറുകളും പവർ കൊടുക്കാനുള്ള പോർട്ടും കാണാം. മറ്റൊരു സൈഡിൽ 3 HDMI ഇൻപുട്ട് പോർട്ടുകളുണ്ട്. 2 USB പോർട്ടുകൾ ഇവിടെ കാണാം. പിന്നെ ഇത് കൂടാതെ AV ഇന്നും ഓഡിയോ ഔട്ട് ഇതിനുള്ള പോർട്ടുകളും കാണാം. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മാനുവലായിട്ടുള്ള ഫോക്കസ് അഡ്ജസ്റ്ററും കീസ്റ്റോൺ കറക്ഷൻ കൺട്രോളറും കാണാം. കൂടാതെ ഇത്തരത്തിലൊരു കൺട്രോൾ പാനലും ഇതിലുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഹോം ഇൻ്റർഫേസ്. ഇത് ആൻഡ്രോയിഡ് TV അധിഷ്ഠിതമായിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് പ്രൊജക്ടറിന്. 11500 ആണ് ലൂമൻസ് ആയിട്ട് കമ്പനി പറയുന്നത്. ആൻസി ലൂമൻസ് എത്ര എന്നിവിടെ കമ്പനി വ്യക്തമാക്കുന്നില്ല. എന്തായാലും ബ്രൈറ്റ്നസ് അടിപൊളിയെന്ന് തന്നെ പറയാം. ഹോമിൽ നമുക്ക് സ്ക്രീൻ മിററിങ്, ആപ്ലിക്കേഷൻസ്, സെറ്റിംഗ്സ്, ഇൻപുട്ടുകളുടെ ഷോർട്ട് കട്ടുകൾ എന്നിവയോടൊപ്പം തന്നെ കുറച്ച് ആപ്ലിക്കേഷനുകളുടെ ഷോർട്ട് കട്ട് താഴെയായിട്ടും കാണാം. ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇതിലുണ്ട്. അതുകൂടാതെ മറ്റൊരു ആപ്പ് സ്റ്റോറും ഇതിലുണ്ട്. നമുക്ക് 1-2 വിഷ്വലുകൾ കണ്ടു നോക്കാം. ഫുൾ HD നേറ്റീവ് റെസൊല്യൂഷനായിട്ടുള്ള ഒരു പ്രൊജക്ടറാണിത്. 50000 mAh ലാമ്പ് ലൈഫ് പറയുന്ന ഈ ഒരു പ്രൊജക്ടറിൻ്റെ ഔട്ട്പുട്ട് നല്ല കളർഫുള്ളാണ്. നമുക്ക് ആവശ്യമെങ്കിൽ പിക്ചർ മോഡ് സെലക്ട് ചെയ്തിട്ട് പ്രീസെറ്റുകൾ സെലക്ട് ചെയ്യുകയോ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇഷ്ടപ്രകാരം നടത്തുകയോ ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് മോഡിലും നമുക്ക് പ്രീസെറ്റുകൾ സെലക്ട് ചെയ്യുകയോ ഇക്ലേസർ വഴി മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യാം. ബ്ലൂടൂത്ത് വെർഷൻ 5 സപ്പോർട്ട് ചെയ്യുന്ന ഇത് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുമുള്ളതാണ്. 533 സെൻറ്റിമീറ്റർ വരെ വലിപ്പത്തിൽ നമുക്ക് പ്രൊജക്ഷൻ സാധ്യമാകുന്ന ഇതിൽ അധികം സെറ്റിങ്സ് ഒന്നും തന്നെ കാണാനാകില്ല. പ്രൊജക്ഷൻ സെറ്റിങ്സിൽ ആകെ കാണുന്നത് ഇതൊക്കെയാണ്. ഒന്ന് പ്രൊജക്ഷൻ മോഡ്, പ്രൊജക്ടർ വയ്ക്കുന്നത് ഏത് പ്രതലത്തിലെന്നനുസരിച്ചിട്ട് വിഷ്വലുകൾ റൊട്ടേറ്റ് ചെയ്യാനാണത്. പിന്നെ കീസ്റ്റോൺ കറക്ഷനാണ്. സ്ലൈഡ്, ഓട്ടോമാറ്റിക്, മാനുവൽ എന്നിങ്ങനെ 3 മോഡുകളിൽ ഇതുപോലെ അത് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊജക്ടർ ഏതെങ്കിലും കോർണർ വെച്ചാൽ പോലും വിഷ്വലുകൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലെവലാക്കി എടുക്കാൻ സാധിക്കും. പിന്നെ ഡിജിറ്റൽ സൂമും ഇതിൽ ലഭ്യമാണ്. ഐഫോണും ആൻഡ്രോയിഡും നമുക്ക് ഇതിലേക്ക് മിറർ ചെയ്ത് കാണാനും അതിലുള്ള കണ്ടൻറ്റുകൾ നമുക്ക് ഈ ഒരു പ്രൊജക്ടറിലൂടെ ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും പ്രൊജക്ടർ കൊള്ളാമെന്ന് മനസ്സിലായല്ലോ. നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്കൊരു സജഷൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ആപ്ലിക്കേഷനുകളുണ്ട്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനൊക്കെ. ഈ യൂട്യൂബ് നമ്മൾ അതിൽ പ്ലേ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ ക്വാളിറ്റി കിട്ടണം, കൃത്യമായിട്ടുള്ളൊരു കളർ ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ HDMI ഇൻപുട്ട് വെച്ചിട്ട് എപ്പോഴും, അതായത് മറ്റൊരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആ ഒരു സിഗ്നൽ കൊടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. കളർ നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ടിൽ മാറ്റം വരും. അപ്പോൾ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രൊജക്ടർ വാങ്ങുന്നവർ അങ്ങനെയും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, നല്ല ക്വാളിറ്റി കിട്ടും നമുക്ക്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ വില പറയാനാണെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതെന്തിപ്പോൾ അഹങ്കാരമാണെന്ന് ചോദിക്കുക, അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവർ ഇതിൻ്റെ വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. എന്താണ് റേറ്റ് എന്ന് നിങ്ങൾ തന്നെ നോക്കുക. എന്തായാലും സെബ്രോണിക്സ് ആണ്. പ്രൈസ് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് തന്നെ ഇടുള്ളൂ, കൂടുതലൊന്നും വാങ്ങില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൊജക്ടറാണിത്.